എല്ലാവരും കാത്തിരുന്ന പോലെ നമ്മുടെ iOS പുതിയ അപ്ഡേഷൻ വന്നിരിക്കുകയാണ് കേട്ടോ. iOS 26 എന്ന് പറയുന്ന പുതിയൊരു വേർഷനാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതിൻ്റെ ഉള്ളിൽ കുറേ അധികം ഫീച്ചേഴ്സുകൾ വന്നിട്ടുണ്ട്. ഒരു 20ന്റെ അടുത്ത് മാറ്റങ്ങൾ മെയിനായിട്ട് വന്നിട്ടുണ്ട്. അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. ഞാൻ ഇന്നലെയാണ് എൻ്റെ ഫോൺ അപ്ഡേറ്റ് ചെയ്തത് കേട്ടോ. കുറച്ചധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഇത് ശരിക്കും ഒരു ആൻഡ്രോയിഡിൽ എന്തൊക്കെ അപ്ഡേഷൻസ് ഒരു കൊല്ലം മുന്നോ 2 കൊല്ലം മുന്നോ വന്നോ അതൊക്കെ ഒരു ഐഫോൺ വേർഷനിൽ വന്നിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഫസ്റ്റത്തെ എന്നുണ്ടെങ്കിൽ ഇന്റർഫേസ് ആണ്. ഇന്റർഫേസ് എല്ലാത്തിനെ പോലെ തന്നെയും ഒരു ഗ്ലാസി ഇഫക്റ്റോട് കൂടിയുള്ള ഇന്റർഫേസ് ആണ് വന്നിരിക്കുന്നത്. ഞാൻ എല്ലാ പോയിന്റുകളും ഇതിൽ നോട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് ഇടയ്ക്കിടയ്ക്ക് ഇതിൽ നോക്കണം കേട്ടോ. അപ്പൊ ഇന്റർഫേസുകളിൽ ഐക്കണിൽ വന്നിട്ടുള്ളതായിക്കോട്ടെ, ഓരോ നോട്ടിഫിക്കേഷൻ നോക്കുന്നതായിക്കോട്ടെ, എല്ലാം ഒരു ഗ്ലാസി ഫോർമാറ്റ് അല്ലെങ്കിൽ ട്രാൻസ്പാരന്റ് ഫോർമാറ്റിലാണ് വന്നിരിക്കുന്നത്. പിന്നെ ഓരോ ട്രാൻസിഷൻസും ഒരു ഫ്ലോട്ടിംഗ് ഇഫക്റ്റോട് കൂടിയിട്ടാണ് നമുക്ക് ഇതിലൂടെ കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ ഐക്കൺസ് ഒക്കെ ഓപ്പൺ ആയി വരില്ലേ, നമ്മുടെ ബൗൺസ് ഇഫക്റ്റ് അതാണെങ്കിൽ ഒന്ന് ചാടി വരുന്ന ഒരു ഇഫക്റ്റോട് കൂടിയിട്ട്, അതൊക്കെ ഓൾറെഡി ആൻഡ്രോയിഡിൽ ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഒരു 3 കൊല്ലം മുന്നത്തെ കാര്യം പറയുന്നത്, അതൊക്കെ ഇപ്പോഴാണ് വരുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ കസ്റ്റമൈസേഷൻ നോക്കുകയാണെങ്കിൽ ഒരു ക്ലിയർ എന്ന് പറയുന്ന ഒരു കസ്റ്റമൈസേഷൻ എക്സ്ട്രാ വന്നിട്ടുണ്ട്. ഓൾറെഡി ഡിഫോൾട്ട്, അതുപോലെ തന്നെ ഡാർക്ക്, ക്ലിയർ, ടൈൻഡ് അങ്ങനെ പറഞ്ഞിട്ടുള്ള കസ്റ്റമൈസേഷൻ ഉണ്ടായിരുന്നു. അതിൽ ക്ലിയർ എന്ന് പറഞ്ഞിട്ടുള്ള വന്നിട്ട് ഇഫക്റ്റ് തരുന്ന ഒരു കസ്റ്റമൈസേഷൻ ആണ്. അതിൽ ലോക്ക് സ്ക്രീനിൽ വന്നു കഴിഞ്ഞാൽ പുതിയ ടൈമും അതോടൊപ്പം തന്നെ ഈ iOS 26ന്റെ ഒരു വാൾപേപ്പർ വന്നിട്ടുണ്ട്. ആ വാൾപേപ്പറിൽ നമുക്കൊരു 3D ഇഫക്റ്റ് ഫോർമാറ്റ് ചെയ്യാൻ സാധിക്കും. ഓൾറെഡി നമുക്ക് കണ്ടിട്ടുണ്ടായിരിക്കും. അത് നമ്മുടെ ഫോട്ടോ ആപ്പിൽ പോയാലും ഇത് തന്നെ സെയിം ആയിട്ടുള്ള നമ്മുടെ ഫോട്ടോ എടുത്തിട്ട് ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് അതിൽ 3D സ്പൈറൽ ഇഫക്റ്റ് എന്നൊക്കെ പറയില്ല, നമ്മുടെ എന്ന് പറഞ്ഞാൽ ഒരു 3D ഇഫക്റ്റില് കറങ്ങുന്ന രീതിയിൽ കാണുന്ന ഒരു ഫോട്ടോ ആയിട്ട് തന്നെ മാറ്റാൻ സാധിക്കും. പിന്നെ അത് കഴിഞ്ഞാൽ മെയിൻ ചേഞ്ച് വന്നിട്ടുള്ളത് നമ്മുടെ ക്യാമറ ആപ്ലിക്കേഷൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ക്യാമറ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോ ആൻഡ് ഫോട്ടോ എന്നൊരു ഇന്റർഫേസ് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഒന്ന് സ്വൈപ്പ് അപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോട്ടോൻ്റെ ഉള്ളിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്നും പിന്നെ അതിന് വീഡിയോ എടുത്തതിന് വീഡിയോൻ്റെ ഉള്ളിൽ എന്തൊക്കെ എഫക്റ്റുകളും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാമെന്നും കാണാൻ സാധിക്കും. പിന്നെ ക്യാമറ ടോപ്പ് സൈഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് റോ ഫോട്ടോ ആണ് എടുക്കേണ്ടത്. എല്ലാം അതിൽ തന്നെ സെറ്റിംഗ്സിലൊന്നും പോകണ്ടായില്ല, അവിടെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ അടുത്തായിട്ട് നമുക്കൊരു ഫീച്ചർ പറയുകയാണെങ്കിൽ വീഡിയോ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ 60 ഹെഡ്സിലാണോ എത്ര ഹെഡ്സിലാണ് ഫ്രെയിം പെർ സെക്കൻഡിലാണ് വീഡിയോ എടുക്കേണ്ടതെന്നൊക്കെ നമുക്ക് സെറ്റിംഗ്സ് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് ഓൾറെഡി ഉണ്ടായിരുന്നതൊക്കെ നമുക്ക് വൺ ഹാൻഡിലായിട്ട് തന്നെ നമുക്ക് ഇന്റർഫേസിൽ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. കോണ്ടാക്റ്റിലും ഒരു ചെറിയ ചേഞ്ചസ് വന്നിട്ടുണ്ട്. നേരത്തെ ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് ആയിരുന്നു, അതിൽ നിന്ന് ഒരു അൺഫൈൻഡ് ഫോർമാറ്റ് അത് മാറ്റം വന്നിട്ടുണ്ട്. അത് നമുക്ക് കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗി ഫീൽ ചെയ്യും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ഏറ്റവും എനിക്ക് ഇഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ള ഒരു ഫീച്ചറാണ് കോൾ ചെയ്യുന്ന സമയത്ത് കോൾ സ്ക്രീനിങ് എന്ന് പറഞ്ഞ സംഭവം. നമുക്കൊരു അൺനോൺ ആയിട്ടൊരു വ്യക്തി വരികയാണെങ്കിൽ നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ആ കോൾ അറ്റൻഡ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ അറിയുന്ന ആളാണെങ്കിൽ മാത്രം നമുക്ക് അറ്റൻഡ് ചെയ്യാം എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഉണ്ട്. പിന്നെ കോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഹോൾഡ് അസിസ്റ്റൻസ് എന്ന സംഭവമുണ്ട്. നമ്മളിപ്പോൾ ഇൻ കേസ് വലിയൊരു കോൾ ചെയ്യാണ്, ആ സമയത്ത് നമ്മൾ വലിയൊരു ഹോൾഡ് ഇടുകയാണെങ്കിൽ നമ്മൾ പുറത്ത് പോയിട്ട് അതിൻ്റെ ഉള്ളിൽ ഫോണിന്റെ ഉള്ളിലേക്ക് പോയിട്ട് നമുക്ക് എന്തെങ്കിലും ആക്ടിവിറ്റി വേണമെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കും. ഹോൾഡ് മാറ്റുന്ന സമയത്ത് നമുക്ക് ഫോൺ വീണ്ടും സംസാരിക്കാൻ സാധിക്കും. അത് പിന്നെ കുഴപ്പമില്ല. പിന്നെ ഏറ്റവും കാര്യം നമ്മളിപ്പോൾ അപ്പുറത്തിരിക്കുന്ന ആൾക്കാര് ചൈനീസിലോ വേറെ ഭാഷയിലോ പറയുകയാണെങ്കിൽ നമ്മുടെ ഹോം സ്ക്രീനിൽ തന്നെ ലൈവ് ട്രാൻസ്ലേഷൻ നടത്താൻ സാധിക്കും. എന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞുകൊണ്ടിരിക്കും, ഓട്ടോമാറ്റിക് നമുക്കത് മനസ്സിലാവുന്നില്ലെങ്കിൽ നമ്മുടെ ഫോണിന്റെ സ്ക്രീനിലേക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഏത് ഭാഷയാണ് അറിയുന്നത് ആ ഭാഷയിലേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് അത് മാറ്റിക്കൊണ്ടിരിക്കും. അതുമാതിരി തന്നെയാണ് മെസ്സേജ് ആപ്പ് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ പുതിയ വാൾപേപ്പർ ബാക്ക്ഗ്രൗണ്ടിൽ ഇടാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ ഓരോ പറയുന്ന നമ്മൾ ചാറ്റ് ചെയ്യുന്ന വ്യക്തികൾക്ക് ചാറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അവർ പറയുന്നത് മനസ്സിലാവുന്നില്ലെങ്കിൽ നമ്മുടെ ഭാഷയിലേക്ക് അത് മാറ്റിയിട്ട് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്കത് ആ ട്രാൻസ്ലേഷൻ രീതിയിലേക്ക് ടൈപ്പ് ചെയ്ത് മാറ്റാൻ സാധിക്കും. പിന്നെ മ്യൂസിക് ആപ്പിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ടുള്ള ഒന്നുള്ള ചേഞ്ച് എന്നുണ്ടെങ്കിൽ ഓട്ടോ മിക്സിംഗ് എന്നുള്ള ഒരു ഫീച്ചറാണ്. അതെന്നുണ്ടെങ്കിൽ ഒരു DJ എഫക്റ്റ് ഒക്കെ നമുക്ക് ഓരോ പാട്ട് കഴിയുമ്പോൾ അടുത്ത പാട്ടിലേക്കുള്ള ട്രാൻസിഷൻസ് അതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ നമുക്ക് മ്യൂസിക് ആപ്പിൽ പണ്ട് നമുക്ക് ഡൈനാമിക് ഐലൻഡ് തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു പോപ്പപ്പ് ഉണ്ടാവുള്ളൂ. നമുക്ക് ഹോം സ്ക്രീനിൽ നമ്മുടെ പാട്ടിന്റെ ഇന്റർഫേസ് ഫുൾ സ്ക്രീൻ ആക്കി വെക്കാനായിട്ട് സാധിക്കും. മെയിൻ ആയിട്ടുള്ള ഒരു വേറെ ചേഞ്ച് എന്നുണ്ടെങ്കിൽ നമ്മുടെ റിംഗ് ട്യൂൺസ് ഒക്കെ ഉണ്ടല്ലോ. പണ്ട് ഒരു ഐഫോണിൽ റിംഗ് ട്യൂൺ ഇടാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ 30 സെക്കൻഡ് താഴെയുള്ള ഒരു മ്യൂസിക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മീൻസ് റിംഗ് ട്യൂൺസ് ഉണ്ടെങ്കിൽ 30 സെക്കൻഡ് നേരെ തന്നെ നമുക്ക് അത് നമ്മുടെ റിംഗ് ട്യൂൺ ആക്കി മാറ്റാൻ സാധിക്കും. 30 സെക്കൻഡ് മേലെ ആണെങ്കിൽ നടക്കില്ല.
നമുക്ക് അങ്ങനത്തെ വല്ല നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുമല്ലോ. അങ്ങനത്തെ ആണെങ്കിൽ നമുക്ക് നേരിട്ട് തന്നെ ഇമ്പോർട്ട് ചെയ്തിട്ട് നമ്മുടെ റിംഗ് ടൂൺ ആയിട്ട് മാറ്റാൻ സാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ പണ്ട് എന്തൊക്കെ ബുദ്ധിമുട്ടെടുത്തിട്ടാണ് ഒരു റിംഗ് ടൂൺ ആക്കി മാറ്റാനായിട്ടുള്ള കാര്യം. ബാറ്ററിയുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ബാറ്ററിയിലും മെയിനായിട്ട് നമ്മൾ ചാർജ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ എത്ര സമയം എടുക്കും ഫുൾ ചാർജ് ആവാനുള്ള ഒരു ടൈം കാര്യം കാണിച്ചു തരും. അതോടൊപ്പം തന്നെ പവർ സേവിങ് മോഡ് ഉണ്ട്. ആ പവർ സേവിങ് മോഡിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള ഇങ്ങനെ ചാർജ് കുറയുന്ന സമയത്ത് ഇപ്പോൾ ഈ ആൻഡ്രോയിഡിലൊക്കെ ആണല്ലോ ബാക്കിയുള്ള പ്രവർത്തനങ്ങളൊക്കെ നിർത്തിയിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം റൺ ആയിക്കൊണ്ടിരിക്കും. പിന്നെ അടുത്തായിട്ടുള്ളത് 2 പുതിയ ആപ്പുകൾ വന്നിട്ടുണ്ട്. ഒന്ന് ഗെയിമിംഗ് ആപ്പ് വന്നിട്ടുണ്ട്, അതോടൊപ്പം തന്നെ പ്രിവ്യൂ ആപ്പ് വന്നിട്ടുണ്ട്. ഈ ഗെയിമിംഗ് ആപ്പ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ട്സ് ആയിട്ടൊക്കെ നമ്മൾ ഇത്ര ലെവൽ ക്രോസ് ചെയ്തു അത് ചെയ്തു അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് അവരുമായിട്ട് ഷെയർ ചെയ്യാൻ സാധിക്കും. പ്രത്യേകിച്ച് അതുകൊണ്ട് വലിയ മാറ്റങ്ങളൊന്നുമില്ല, എത്ര പേര് ഉപയോഗിക്കുന്നത് എനിക്കറിയില്ല. പിന്നെ പ്രിവ്യൂ ആപ്പിൻ്റെ ഉള്ള ഈ ഡോക്യുമെന്റുകളുടെ പ്രിവ്യൂകൾ പിന്നെ PDF ഫയലുകൾ അതിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിലിംഗ് തരുന്നതാണ്. നമുക്ക് നമ്മുടെ CVയും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ വന്നിട്ടുള്ളത് AI കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതൊക്കെ പിക്സൽ ഡിവൈസുകളിൽ ഓൾറെഡി ഉള്ളതാണ്. നമ്മൾ ഏതെങ്കിലും സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീൻഷോട്ടിൻ്റെ ഉള്ള എന്തെങ്കിലും ഇമേജ് ഉണ്ട് അത് നമുക്ക് റൗണ്ട് ചെയ്യുകയാണെങ്കിൽ അതെന്താണ് എന്താ പറയുക ഏത് പ്രൊഡക്റ്റ് ആണ് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ സെർച്ച് ബട്ടൺ ഉണ്ട്, ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. ആ സെർച്ച് ബട്ടണിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എന്താണ് ആ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടും ആ പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസിനെ കുറിച്ചിട്ടും നമുക്ക് അറിയാൻ സാധിക്കും. ഇൻ കേസ് നമ്മളൊരു ഇവന്റിന്റെ ആണ് ഫോട്ടോ എടുക്കണമെങ്കിൽ നമ്മുടെ കലണ്ടറിൻ്റെ ഉള്ളത് ആഡ് ചെയ്തിട്ട് നമുക്കതൊരു റിമൈൻഡറുമായിട്ട് സെറ്റ് ചെയ്യാൻ സാധിക്കും. അതൊക്കെ ChatGPTയിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഓവറോൾ നോക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായ കാര്യം നമ്മുടെ ആൻഡ്രോയിഡിലൊക്കെ വന്ന സംഭവങ്ങൾ ആൻഡ്രോയിഡിലെ ഓരോ അപ്ഡേഷനിൽ വന്നിട്ടുള്ള ഓരോ ഫീച്ചറുകൾ എല്ലാം ഒരു 80% ഫീച്ചറുകൾ ഐഫോണിൽ കൊണ്ടുവന്നിട്ട് ഐഫോണിൽ ഒരു ഐഫോണിന്റെ രീതിയിൽ ആ ഫീച്ചറുകൾ വന്നിരിക്കുകയാണ്. പിന്നെ ഇതിലെനിക്ക് ഏറ്റവും തോന്നിയിട്ടുള്ളത് അപ്ഡേഷൻ ചെയ്യുമ്പോൾ ആൻഡ്രോയിഡ് അപ്ഡേഷൻ ചെയ്ത സമയത്ത് ഫോൺ സ്ലോ ആവാറാണ് പതിവ്. ഈ അപ്ഡേഷൻ ചെയ്തിട്ട് ഇതുവരെയായിട്ട് ഫോൺ ഒന്നും കൂടിയും പെർഫോമൻസ് കൂടിയ മാതിരിയാണ് ഫീൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ എല്ലാ പ്രാവശ്യം നമ്മൾ ആൻഡ്രോയിഡിൽ കൂടി നമ്മൾ പറയും ലാഗ് കൂടുതലാണ് അല്ലെ ബഗ്ഗുകൾ ഉണ്ടാവാറാണ്. എന്തെങ്കിലുമൊക്കെ ബഗ് ഉണ്ടാവും. ഇനി ബഗ് ഉണ്ടാവോ എനിക്കറിയില്ല. നമ്മളിപ്പോൾ 1 ദിവസമായിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇനി വന്നാൽ അത് ഞാൻ തന്നെ സഹിക്കേണ്ടി വരും എന്നുണ്ടെങ്കിൽ നമുക്ക് വാറന്റി ഒക്കെ കഴിഞ്ഞ കാരണം. അപ്പൊ അതും കൂടി നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് മാത്രം അപ്ഡേറ്റ് ചെയ്യാം. ഒരു 5.5 GB അപ്ഡേറ്റ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒട്ടും സമയം കളയാതെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ മാത്രം അപ്ഡേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ കുറച്ച് നാളെ 2 മാസമൊക്കെ യൂസ് ചെയ്തിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് അറിഞ്ഞതിന് ശേഷം അപ്ഡേറ്റ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.